ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പ്രൊമോട്ടായിട്ട് വന്നിട്ടുള്ള ടീമാണല്ലോ കൊൽക്കത്ത ക്ലബ്ബായിട്ടുള്ള മുഹമ്മദൻ നസി. അപ്പം അവരുടെ വിദേശ നിരയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. 6 വിദേശ താരങ്ങളിൽ 3 താരങ്ങളും ലാസ്റ്റ് സീസണിൽ അവരോടൊപ്പം ഐ ലീഗ് വിൻ ചെയ്തിട്ടുള്ള ടീമിലുള്ള പ്ലെയേഴ്സാണ് എന്നുള്ളതാണ്. പുതുതായിട്ട് എത്തിക്കുന്നത് 3 മറ്റ് താരങ്ങളെയാണ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ടീമിനെ പറ്റി ഇവരുടെ വിദേശ നിര എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. സെൻട്രൽ ബാക്കിൽ ജോസഫ് ഹഡ്ജെ എന്ന് പറഞ്ഞിട്ടുള്ള 29 വയസ്സുകാരനായിട്ടുള്ള ഒരു സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള താരമാണ്. ലാസ്റ്റ് സീസണിൽ മുഹമ്മദിൻ്റെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ഒരു നല്ല പെർഫോമൻസ് നടത്തിയ ഒരു താരം തന്നെയാണ്. ഏതാണ്ട് മിക്ക മത്സരങ്ങളും അവർക്ക് വേണ്ടി കളിച്ചിരുന്നു. മുൻ ഗാന ഇൻ്റർനാഷണൽ കൂടിയാണ്. അദ്ദേഹം ഐ ലീഗിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് മുഹമ്മദനിലേക്ക് വരുന്നതിന് മുമ്പ് സിറിയൻ ലീഗിലൊക്കെയാണ് കളിച്ചിരുന്നത്. സോ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഗാന, അതുപോലെ സൗത്ത് ആഫ്രിക്കൻ ടോപ്പ് ടയറിലൊക്കെ കളിച്ചിട്ടുണ്ട്. പിന്നെ സൗദി അറേബ്യയുടെ സെക്കൻഡ് ടയറിലൊക്കെ കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസുമായിട്ടാണ് വന്നത്. പിന്നെ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ 2019 അദ്ദേഹം ഐസ്വാളിന് വേണ്ടിയിട്ട് ഐ ലീഗിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് അദ്ദേഹം പറഞ്ഞ ചില ലീഗുകളിലൊക്കെ കളിച്ചിട്ട് വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത് എന്നുള്ളതാണ്. അടുത്തത് മുഹമ്മദ് ഖാദിരി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഗാനായൻ മുൻ ഇൻ്റർനാഷണൽ ആയിട്ടുള്ളൊരു താരമാണ്. ഈ താരത്തെ ഈ സീസണിൽ മാത്രമാണ് എത്തിക്കുന്നത്. അസർബൈജാൻ ലീഗിൽ നിന്നാണ് താരം എത്തുന്നത്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പറയുമ്പോൾ അസർബൈജാൻ ലീഗിന് പുറമെ ഉക്രൈനിലെ ഡൈനാമോ കീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ക്ലബ്ബാണ്. അവിടെ കുറച്ച് നാൾ കളിച്ചിട്ടുണ്ട്. അതുപോലെ റഷ്യൻ ക്ലബ്ബായിട്ടുള്ള ആഴ്സണൽ ടുളയിൽ കളിച്ചിട്ടുണ്ട്. അതുപോലെ ഓസ്ട്രിയൻ ബുണ്ടസ് ലീഗിൽ കളിച്ചിട്ടുള്ളതൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഒരു നല്ല ഒരു പ്രൊഫൈൽ ഈ ഒരു താരത്തിന് തീർച്ചയായിട്ടും നമുക്ക് അവകാശപ്പെടാനുണ്ട് എന്ന് പറയാം. ഡിഫൻസീവ് മിഡ്ഫീൽഡിന് പുറമെ ഒരു സെൻട്രൽ ബാക്കായിട്ടും ഒക്കെ കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ള താരമാണ് ഇദ്ദേഹം. അടുത്തത് മിർജലുൽ കസിമോവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉസ്ബെക്കിസ്ഥാൻ സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടുള്ള താരമാണ്. 28 വയസ്സുകാരനായിട്ടുള്ള ഒരു പ്ലെയറാണ്. ഇദ്ദേഹവും ഈ പറയുന്നത് പോലെ ലാസ്റ്റ് സീസണിൽ മുഹമ്മദിനൊപ്പം ഐ ലീഗ് വിൻ ചെയ്തിട്ടുള്ളൊരു ടീമിലെ അംഗമാണ്. മാത്രമല്ല അതിന് മുമ്പ് അദ്ദേഹം നെറോക്കയിൽ കളിച്ചിരുന്നു. അവിടെ നിന്നായിരുന്നു അദ്ദേഹം മുഹമ്മദിനിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുമ്പം ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് 40ഓളം മത്സരങ്ങൾ ഐ ലീഗിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. പിന്നെ കാർലോസ് ഫ്രാൻസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിങ്ങറായിട്ടുള്ള ഒരു താരമാണ്. അദ്ദേഹം കൂടുതലും ഒരു ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന ഒരു താരമാണ്. ഒരു ബ്രസീലിയൻ താരമാണ്. ഇദ്ദേഹത്തെ ഈ ഒരു സീസണിലാണ് എത്തിക്കുന്നത്. അദ്ദേഹം ലോക്കോ സോഫിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബൾഗേറിയൻ ക്ലബ്ബിലാണ് ലാസ്റ്റ് സീസണിൽ കളിച്ചിരുന്നത്. കഴിഞ്ഞ 2 സീസണായിട്ട് അവിടെയാണ് കളിക്കുന്നത്. ലാസ്റ്റ് സീസണിൽ അദ്ദേഹത്തിൻ്റെ ഒരു നമ്പർ നോക്കിക്കഴിഞ്ഞാൽ 33 മത്സരങ്ങളിൽ 5 ഗോളും 2 അസിസ്റ്റും. അതും അദ്ദേഹം അവിടെ ഒരു സെൻട്രൽ ഫോർവേഡായിട്ടാണ് കൂടുതലും കളിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ നമ്പർ ഇറ്റ്സ് നോട്ട് ഗ്രേറ്റ് എന്ന് നമുക്ക് പറയാം. അതുമല്ല 2 സീസണായിട്ട് അവിടെ കളിച്ച അദ്ദേഹത്തിൻ്റെ നമ്പർ നോക്കുമ്പോൾ 56 മത്സരങ്ങൾ 8 ഗോളും 5 അസിസ്റ്റുമാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്രേറ്റ് നമ്പർ അല്ല. പക്ഷേ ബൾഗേറിയൻ ലീഗിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോഴത്തേക്കും അതെങ്ങനെ അഡാപ്റ്റ് ആയി കളിക്കും എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതാണ്. പിന്നെ ബ്രസീലിയൻ ആണെങ്കിലും അദ്ദേഹം സീരിയ എയിലൊന്നും അധികം മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല. ബ്രസീലിൽ ആകപ്പാട് 2 മാച്ചോ മറ്റാണ്. കൂടുതലും കളിച്ചിട്ടുള്ളത് സീരിയ ഡി, അതായത് 4th ടയറിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് സെസാർ ലോബി മൻസോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻട്രൽ ഫോർവേഡ് ആയിട്ടുള്ള താരമാണ്. 27 വയസ്സുകാരനായിട്ടുള്ള താരം. സെൻട്രൽ ആഫ്രിക്കൻ ഇൻ്റർനാഷണൽ പ്ലെയർ ആണ് എന്നുള്ളത് എടുത്തു പറയണം. ലാസ്റ്റ് സീസണിൽ അദ്ദേഹം UAE സെക്കൻഡ് ഡിവിഷൻ, അതായത് സെക്കൻഡ് ടയറിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അവിടെ അദ്ദേഹം കളിച്ച ക്ലബ്ബിൽ 10 മത്സരങ്ങളിൽ നിന്ന് ഗോളുകളൊന്നും സ്കോർ ചെയ്തില്ല. അധികം ഗെയിം ടൈം അവിടെ കിട്ടിയില്ല. പക്ഷേ ആ ക്ലബ്ബ് UAE ടോപ്പ് ഡിവിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കുമ്പോഴത്തേക്കും അദ്ദേഹം കോങ്കോ ലീഗ്, ഉഗാണ്ട ലീഗ് ഒക്കെ കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു നല്ല കരിയർ ചൈനീസ് സൂപ്പർ ലീഗിലുണ്ട്. 35 മത്സരങ്ങളിൽ 10 ഗോളുകൾ. ഏഷ്യയിലെ ഒരു നല്ല ലീഗ് തന്നെയാണല്ലോ ചൈനീസ് സൂപ്പർ ലീഗ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല പെർഫോമൻസ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഒരു അർജൻറ്റീൻ സ്ട്രൈക്കറായിട്ടുള്ള അലക്സിസ് ഗോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറാണുള്ളത്. ടീമിലെ ഏറ്റവും യങ് ആയിട്ടുള്ള പ്ലെയറാണ്. 24 വയസ്സുകാരനായിട്ടുള്ള താരം. ഒരു സെൻട്രൽ ഫോർവേഡാണ്. അദ്ദേഹം ലാസ്റ്റ് സീസണിൽ മുഹമ്മദിനൊപ്പം ഉണ്ടായിരുന്നൊരു പ്ലെയറാണ്. മാത്രമല്ല അദ്ദേഹം അതിനു മുമ്പ് സുദേവ ദില്ലിയുടെയും ഭാഗമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൽ അർജൻറ്റീൻ സെക്കൻഡ് ടയറിലേക്കാണ് കളിച്ചിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ കരിയർ കൂടുതൽ മത്സരങ്ങളും കളിച്ചിട്ടുള്ളതും ഐ ലീഗിൽ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐ ലീഗിൽ 27 മത്സരങ്ങൾ 11 ഗോളും 9 അസിസ്റ്റും. അതായത് സ്കോർ ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഒരേപോലെ കേപ്പബിലിറ്റി ഉള്ള പ്ലെയറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അർജൻറ്റീൻ ലീഗിൽ സെക്കൻഡ് ടയറിലൊന്നും അദ്ദേഹം ഗോളുകൾ സ്കോർ ചെയ്തതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. താരതമ്യേന നോക്കുമ്പോഴത്തേക്കും അത്ര ഹൈ പ്രൊഫൈലായിട്ടുള്ള ഒരു വിദേശ നിരയെന്നൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇതുവരെ KBFC ഒഴിച്ച് ബാക്കി എല്ലാ ടീമിനും വിദേശ നിരയെ പറ്റി സംസാരിച്ചു കഴിഞ്ഞു. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ ഡിഫൻസിൽ അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ഇന്ത്യൻ താരങ്ങളൊന്നുമില്ല. അപ്പം ആകെ ഒരു പ്രോപ്പർ സെൻറ്റർ ബാക്കേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡായിട്ട് കളിക്കുന്ന ഖാദിരി കളിക്കും, പക്ഷേ പ്രോപ്പർ സെൻറ്റർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ വേറെ ഇല്ല എന്നുള്ള അങ്ങനെയൊക്കെ ഫാക്ടേഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ യങ്ങായിട്ടുള്ളൊരു വിദേശ നിരയാണ്. എനിക്കൊന്ന് താരതമ്യേന ബാക്കി എല്ലാ ടീമുകളെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും യങ്ങസ്റ്റ്
ഒരു ഫോറിൻ നിര ഇവരുടേതായിരിക്കും എന്നുള്ളതാണ്. കാരണം എല്ലാ പ്ലേയേഴ്സും 30 വയസ്സിന് താഴെയുള്ള താരങ്ങളാണ് എന്നുള്ളതാണ്. സോ ഈ ഓരോ പൊസിഷൻ തിരിച്ചിട്ട് ഇവരെ എങ്ങനെ റേറ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൻസ് ആവറേജ് എന്ന് ഞാൻ പറയും, മിഡ്ഫീൽഡ് എബോവ് ആവറേജ് ആൻഡ് അറ്റാക്ക് എബോവ് ആവറേജ്, ഇങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഇനി ഇതിൽ നിന്നൊരു പൊട്ടൻഷ്യൽ പ്ലേയേഴ്സിൻ്റെ പേര് പറഞ്ഞാൽ ഒന്ന് ജോസഫ് ഹഡ്ജെ, സെൻറ്റർ ബാക്ക് കളിക്കുന്ന പ്ലെയർ, അതുപോലെ തന്നെ കാതിരി ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കളിക്കുന്ന പ്ലെയറാണ്, അതുപോലെ കാർലോസ് ഫ്രാങ്ക ഒരു വിങ്ങറായിട്ടും അറ്റാക്കിംഗ് മിഡായിട്ടും കളിക്കുന്ന പ്ലെയർ, ആൻഡ് സെൻറ്റർ ഫോർവേഡ് നിലയിൽ സെസാർ മൻസോക്കി. ഇങ്ങനെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിലും നമുക്കറിയാലോ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ റൊട്ടേറ്റ് ചെയ്ത് മറ്റു പ്ലേയേഴ്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു പൊട്ടൻഷ്യൽ 4 പ്ലേയേഴ്സ് കൂടുതലും എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിലാണ് പറഞ്ഞത്. സോ ഇനി നമുക്ക് KBFCയുടെയും കൂടാണ് ചെയ്യാനുള്ളത് വിദേശ നിര. അതിനുശേഷം നമുക്ക് ഓരോ ടീമുകളുടെയും ഡീറ്റെയിൽ ആയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ സനി.